കാരുണ്യവാനായ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂമി ലോകത്ത് മനുഷ്യൻ പലതരത്തിലുള്ള സംവിധാനങ്ങളെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംവിധാനിച്ച ഒന്നുണ്ട് ഭൂമിയിൽ. അതാണ് കുടുംബം എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലനാസു തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ, വ ഖലഖ മിൻഹാ സൗജഹ, അങ്ങനെ അതിൽ നിന്ന് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു കൊടുത്തു. അതിൽ നിന്ന് പിന്നെ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അല്ലാഹു സൃഷ്ടിച്ചുണ്ടാക്കി എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ മാത്രം കാഴ്ചപ്പാടല്ല. ലോകത്തെല്ലാ മതങ്ങളും അതിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുടുംബത്തെ മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ വിവാഹത്തെയും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ വിവാഹം, അതിലേർപ്പെട്ടവൻ ദീനിൻ്റെ പകുതി പൂർത്തിയാക്കി എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. 1/3 എന്ന അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായത്തിൽ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ തുടക്കം കുറിച്ചവൻ, വിവാഹത്തിലേക്ക് ഏർപ്പെട്ടവൻ, അവൻ അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ പകുതി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ബാക്കി പകുതി അവൻ അള്ളാഹനെ സൂക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇസ്ലാം കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ അടിത്തറയാകുന്ന വിവാഹത്തിനുമൊക്കെ നൽകുന്ന പ്രാധാന്യമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമും മറ്റു മതസംവിധാനങ്ങളുമൊക്കെ ഈ കുടുംബത്തെയും വിവാഹത്തെയും ഒക്കെ വളരെ പവിത്രമായി കാണുന്നുണ്ടെങ്കിൽ പോലും വിവാഹവും കുടുംബവും അതൊന്നും വേണ്ട. അത് നിങ്ങളുടെ സ്വതന്ത്രമായി നിങ്ങൾക്ക് പാറിപ്പറക്കാനുള്ള അവകാശത്തിന് തടസ്സമാണ്. നിങ്ങൾക്കിങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ജീവിതത്തിനൊക്കെ തടസ്സമാണ് ഈ കുടുംബം, വിവാഹം, കുട്ടികൾ, മക്കൾ എന്നൊക്കെ വളരെയേറെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരം ചിന്താഗതികൾ വളരെയേറെ പ്രചരിച്ചൊരു കാലമുണ്ടായിരുന്നു. പല സ്വതന്ത്രവാദികളും ഫെമിനിസവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് വന്ന പല ആളുകളും അതൊക്കെ വളരെയേറെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. വിവാഹം വേണ്ട, കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, മാതാപിതാക്കൾ വേണ്ട, അതൊക്കെ നിങ്ങളുടേതായ സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ പിന്നീട് അത് തിരുത്തിയിട്ടുണ്ട്. ബെറ്റി ഫ്രീഡനെ പോലുള്ള ആളുകളൊക്കെ 1980കളിലൊക്കെ ഇതിനെതിരെ പുസ്തകങ്ങൾ വരെ എഴുതി, കുടുംബം വേണ്ട, വിവാഹം വേണ്ട, കുട്ടികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് 10-20 കൊല്ലങ്ങൾക്ക് ശേഷം അതൊക്കെ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കുടുംബമില്ലാത്ത, കുട്ടികളില്ലാത്ത, മാതാപിതാക്കളില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് അതെന്ത് ജീവിതമാണ്? അതുകൊണ്ട് കുടുംബം വേണം, കുട്ടികൾ വേണമെന്നൊക്കെ പിന്നീട് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് 10-20 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ലോകത്ത്. പക്ഷെ അതൊന്നും അങ്ങനെ ആരും ലോകത്ത് പ്രചരിപ്പിച്ചിട്ടില്ല. ഇന്നും ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കുടുംബം വേണ്ടതില്ല, കുട്ടികൾ വേണ്ടതില്ല, വിവാഹം വേണ്ടതില്ല. ഇതാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ. സ്വതന്ത്രവാദികൾ പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പിൽ, നിങ്ങളുടെ ഫ്രീഡത്തിന് മുമ്പിൽ തടസ്സമാകുന്നത് ആരാണെങ്കിലും അവരെ വേണ്ടെന്ന് വെക്കുക. അത് മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കളെ വേണ്ടെന്ന് വെക്കുക. ഇനി സ്ത്രീകളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തടസ്സം നിങ്ങളുടെ ഭർത്താക്കന്മാരാണോ? വേണ്ടെന്ന് വെക്കുക. സ്വതന്ത്രമായി ജീവിക്കാൻ നിങ്ങൾക്ക് തടസ്സം നിങ്ങളുടെ മതമാണോ, ദീനാണോ? ആ ദീനങ്ങ് വേണ്ടെന്ന് വെക്കുക. ഇതാണ് ആധുനിക ലിബറലിസം. സ്വതന്ത്രവാദികൾ ലോകത്ത് പുതിയ തലമുറയോട് നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുക മാത്രമല്ല, പുതിയ തലമുറയുടെ ചിന്തകളിൽ ഇതിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക മാത്രമല്ല, പിന്നെ
അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളെയും വിവാഹേതര ബന്ധങ്ങളെയും ഒക്കെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിൽ ക്യാമ്പസുകളിലൊക്കെ പ്രത്യേകിച്ചും കുട്ടികളെന്താ പറയുന്നറിയോ, അവനെൻ്റെ സഹോദരനെ പോലെയാണ്, അവളെൻ്റെ സഹോദരിയെ പോലെയാണ്, സഹോദരിയല്ല പോലെയാണെന്നാ പറയുക. അപ്പോൾ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസിനകത്തും പുറത്തും ജോലിസ്ഥലത്തുമൊക്കെ അന്യ സ്ത്രീ പുരുഷന്മാർ അവർ എൻ്റെ സഹോദരനെ പോലെയാണ്, സഹോദരിയെ പോലെയാണ്, ഒന്ന് കൈപിടിച്ചു എന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള ചിന്താഗതി പുതിയ സമൂഹത്തിലെ തലമുറക്കകത്ത് വളർന്നു വരുന്നതിൽ ഈ സ്വതന്ത്രവാദികളുടെ ഇടപെടൽ വല്ലാതെ ഉണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ചിന്താഗതിയുടെ സ്വാധീനം ഖേദകരമെന്ന് പറയാനുള്ളത് മതബോധമുള്ള കുടുംബത്തിനകത്ത് പോലും കടന്നു വരുന്നു എന്നുള്ളതാണ്. ദീനീ ബോധമുള്ള രക്ഷിതാക്കൾ ഉമ്മയുപ്പയൊക്കെ നല്ല ദീനീ ബോധമുള്ളവരാ. അത്തരത്തിലുള്ള കുടുംബ സംവിധാനമുള്ള അകത്ത് പോലും ഈ ചിന്താഗതിയിലുള്ള പുതിയ തലമുറകൾ വളർന്നു വരുന്നു എന്നത് വളരെ ഖേദകരമായി നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം, അതിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ചോദിക്കാനും പറയാനും അന്വേഷിക്കാനുമൊക്കെ ഇടപെടാനുമൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ, നിയന്ത്രണങ്ങൾ, പരിധികൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതം സുന്ദരമാവുക. അതൊന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നാശമായി മാറും. അത് ദുരന്തമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ്. വാഹനം ഓടിച്ചു പോകുന്നൊരു മനുഷ്യൻ പറയാണ്, ഈ ഹോണും ഈ ബ്രേക്കും ഒക്കെ ഇടങ്ങേറാണ്, എനിക്ക് വിചാരിച്ച പോലെ പോകാൻ പറ്റൂല, അത് ഞാൻ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ബെല്ലും ബ്രേക്കും ഒക്കെ അതൊരു തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഊരി മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ വാഹനം ഓടിക്കുന്നവൻ്റെയും ആ വാഹനത്തിൻ്റെയും ഒക്കെ ദുരന്തമായിരിക്കും, നാശമായിരിക്കും അത്. കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്നെ പറയാനും എന്നെ ചോദിക്കാനും എന്നോട് കാര്യങ്ങൾ പറയാനും എന്നെ നിയന്ത്രിക്കാനും എനിക്ക് പരിധി നിശ്ചയിക്കാനും ആരും വേണ്ടതില്ല, അങ്ങനെ ഉമ്മാക്കും വാപ്പാക്കും ഒരു റോൾ ഉണ്ടാകേണ്ടതില്ല എന്നൊക്കെ ചിന്താഗതിയാണ് വളർന്നുണ്ടാകുന്ന തലമുറയ്ക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് അവരുടെ നാശമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സ്വതന്ത്രവാദികൾ പറയുന്നത് പോലെ നിയന്ത്രണങ്ങളില്ലാത്ത, പരിധികളില്ലാത്ത ഒരു സ്വാതന്ത്ര്യമല്ല അനുഭവിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട് ഇസ്ലാം, പക്ഷെ അതിന് ചില നിയന്ത്രണങ്ങളും പരിധികളുമൊക്കെ അള്ള നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ, ഇതൊക്കെ അള്ള നിശ്ചയിച്ച ചില പരിധികളാണ്. അതെല്ലായിടത്തുണ്ട്. കുടുംബജീവിതത്തിൽ മാത്രമല്ല, സാമ്പത്തിക ജീവിതത്തിലുണ്ട്, വ്യക്തി ജീവിതത്തിലുണ്ട്, സാമൂഹിക ജീവിതത്തിലുണ്ട്, രാഷ്ട്രീയ ജീവിതത്തിലുണ്ട്. എല്ലാ രംഗത്തും പടച്ചറബ് നിശ്ചയിച്ച ചില ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കടക്കാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. അള്ള നിശ്ചയിച്ച പരിധി ആരാണോ ലംഘിക്കുന്നത്, ആ നിയന്ത്രണ രേഖ കടക്കുന്നത് ആരാണോ അവർ അക്രമികളാണ്, ലോലിമീങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം വേണം, പക്ഷേ അത് പരിധിയില്ലാത്ത, അതിരില്ലാത്ത സ്വാതന്ത്ര്യമാകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ അത് മനുഷ്യൻ്റെ തലമുറകളുടെ നാശത്തിലേക്കും ദുരന്തത്തിലേക്കും എത്തിക്കൊള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പട്ടത്തിൻ്റെയും പ്രാവിൻ്റെയും കഥ. ഒരു പട്ടവും പ്രാവും പറന്നുകൊണ്ടിരിക്കുകയാണ്, പറവ. അപ്പോൾ പറയുന്നു പട്ടത്തോട്, നിനക്ക് എന്നെപ്പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയില്ല. പട്ടം ചോദിക്കുന്നു, എന്തേ കാര്യം, എന്താ കഴിയാതിരിക്കാൻ കാരണം? പറവ പറയുന്നു, നിന്റെ വാലിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ നിന്റെ കാലിൻ്റെ അറ്റത്തൊരു ചരടുണ്ട്, അതിൻ്റെയും അറ്റത്തൊരു മനുഷ്യൻ്റെ കൈയുണ്ട്, അതുകൊണ്ട് നിനക്ക് എന്നെപ്പോലെ പറക്കാൻ ഉയരത്തിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ പട്ടം ചോദിക്കുന്നുണ്ടത്രേ, എനിക്ക് വരാനുള്ള വഴി എന്താ, സൊല്യൂഷൻ എന്താ? അപ്പോൾ ഈ പറവ പറഞ്ഞു കൊടുക്കുന്ന വഴി എന്താണെന്നറിയോ? ആ ചരടങ്ങ് കൊത്തിപ്പൊട്ടിച്ച് കളഞ്ഞാൽ നിനക്ക് എവിടെയും പറക്കാം, ആരും നിന്നെ നിയന്ത്രിക്കില്ല, എത്ര ഉയരത്തിലേക്കും നിനക്കെത്താം. ഉപദേശപ്രകാരം, ആവശ്യപ്രകാരം പറവ ആ പട്ടത്തിൻ്റെ വാലിൽ കെട്ടിയ ചരട് നൂല് കൊത്തിപ്പൊട്ടിച്ചു കൊടുത്തു. എന്താ സംഭവിച്ചത്? ആ പട്ടം നിയന്ത്രണമില്ലാതെ, കൺട്രോളില്ലാതെ
ഏതോ ചളിക്കുഴിയിൽ എവിടെയോ അത് പോയി പതിച്ചു എന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യമാണല്ലോ, അങ്ങനെയാണല്ലോ. പലപ്പോഴും പുതിയ തലമുറയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. മാതാപിതാക്കളുടെ ഇടപെടൽ, ബ്രദേഴ്സിൻ്റെ ഇടപെടൽ, കുടുംബത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇതാ പുതിയ തലമുറയുടെ ചിന്ത. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആ പട്ടത്തിൻ്റെ ദുർഗതി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമും ഇതര മതങ്ങളും ഒക്കെ വളരെ പവിത്രമായി കണ്ടൊരു സംവിധാനമാണ് കുടുംബ സിസ്റ്റം എന്ന് പറയുന്നത്, കുടുംബം. പക്ഷെ ആ കുടുംബം തന്നെ വേണ്ട എന്ന തരത്തിലുള്ള ചിന്തകളും ആലോചനകളും പുതിയ തലമുറയുടെ ബുദ്ധിക്കകത്ത്, മസ്തിഷ്കത്തിനകത്ത് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം വളരെ പവിത്രമായി കാണുന്ന ഒന്നാണ് കുടുംബം എന്ന സ്ഥാപനത്തെ. എന്താ അതിന് കാരണം എന്നറിയോ? ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഈ കുടുംബമാണ്. വിവാഹം, കുടുംബം. ആ കുടുംബത്തിലൂടെയാണല്ലോ പിന്നെ ഒരു സമൂഹം ഉണ്ടാകുന്നത്. ആ സമൂഹത്തിലൂടെയാണല്ലോ പിന്നെ ഒരു നാഷൻ ഉണ്ടാകുക. അങ്ങനെയാണല്ലോ. അപ്പം എല്ലാത്തിൻ്റെയും അടിത്തറ എന്നതുകൊണ്ട് തന്നെ കുടുംബത്തെ വളരെ പവിത്രമായി ഗൗരവത്തോടുകൂടി കണ്ട ഒരു സംവിധാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ പൂർണ്ണനല്ല എന്നും വിവാഹവും കുടുംബവുമായി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് പൂർണ്ണത കൈവരിക എന്നും ഇസ്ലാം അതിൻ്റെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്, പിന്നെ അതിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഭൂമിയിൽ ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്. പടച്ച റബ്ബിൻ്റെതായിട്ട് ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്. അതിൽ ചില ജീവികളെല്ലാം നമുക്ക് പോസിറ്റീവ് എനർജി തരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചിന്തിച്ചാലില്ലെങ്കിലും ഈ ഭൂമി ലോകത്ത് മനുഷ്യനുൾപ്പെടെ പല സൃഷ്ടികളും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൽ പല സൃഷ്ടികളെയും പടച്ചോ സൃഷ്ടിച്ചത് എന്തിനാ? ഒരു ലക്ഷ്യം. അതിലൂടെയൊക്കെ മനുഷ്യന് ചിലത് പഠിക്കാനുണ്ട്, പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ചില ജീവികളെല്ലാം പടച്ചെന്തിനാണെന്നറിയോ? അതും ഒരു മെസ്സേജ് തരാനാ, ഞങ്ങളെപ്പോലെ നിങ്ങളൊന്നും ആകരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ജീവികളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാൻ കഴിയും. അതിലൊന്ന് വേഴാമ്പലാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിരിക്കേണ്ടുന്നൊരു പക്ഷിയാണ് വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷിയാണല്ലോ വേഴാമ്പൽ. ഈ മറ്റു പക്ഷികൾക്കില്ലാത്തൊരു പ്രത്യേകത ഈ ജീവിക്കുണ്ട്, വേഴാമ്പലിന്. എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു ജീവികൾ ഒന്നിലധികം ഇണകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി ആയുസ്സിൽ ഒരു ഇണയുമായി മാത്രമേ ബന്ധപ്പെട്ട് ജീവിക്കാറുള്ളൂ. ഒറ്റ ഇണയെ സ്വീകരിച്ച് ഒരേ കൂട്ടിൽ വർഷങ്ങളോളം താമസിക്കുന്ന, പതിറ്റാണ്ടുകൾ ജീവിക്കുന്ന സ്നേഹപക്ഷികളാണ് അത്രേ വേഴാമ്പൽ എന്ന് പറയുന്നത്. ഈ വളരെ ഉയരമുള്ള മരത്തിൻ്റെ പൊത്തുകളിലാണ് ഇവ താമസിക്കുക, കൂടുണ്ടാക്കുക. ഉയരമുള്ള മരങ്ങളുടെ ഇതിലാണ് ഉണ്ടാക്കുക എന്നാണ്. അങ്ങനെ മുട്ടയിടാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കണം, ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. വേഴാമ്പലുമായി ബന്ധപ്പെട്ട വായിച്ച നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഉയരമുള്ള മരങ്ങളിലാണ് പൊത്തുണ്ടാക്കിയിട്ട് താമസിക്കുക ഈ വേഴാമ്പൽ. അങ്ങനെ മുട്ടയിടാൻ വേണ്ടിയിട്ട് കൂട്ടിൽ കയറുന്ന ഈ പെൺപക്ഷി എന്താ ചെയ്യുന്നറിയോ? മരത്തിൻ്റെ തൊലിയും ചെളിയും ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ കൂട് ഫുള്ള് അടയ്ക്കും. ആ മരത്തിലെ കൂടുണ്ടല്ലോ അത് മുഴുവൻ അടയ്ക്കും അത്രേ. പാരായി പക്ഷി, തള്ളപ്പക്ഷി ഇപ്പോൾ അവിടെ ഉള്ളത്, പെൺപക്ഷി ഉള്ളത് കൂട്ടിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ കൂട്ടിനുള്ളിൽ അകപ്പെട്ട ഈ പെൺപക്ഷി എന്ത് ചെയ്യും? ആ അടച്ച പൊത്തുണ്ടല്ലോ, ആ തൻ്റെ കൊക്ക് കൊണ്ടൊരു ദോരം മാത്രം അതിലുണ്ടാക്കും. എന്തിനാണത്? പുറമെ നിന്ന് ആൺപക്ഷി ഇതിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിങ്ങോട്ട് സ്വീകരിക്കാനുള്ളൊരു ചെറിയ ഹോള് മാത്രം. പെൺപക്ഷിക്ക് പുറത്ത് വരാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പെൺപക്ഷി ആ കൂട്ടിനകത്ത് അടയിരിക്കുമ്പോൾ ആൺവേഴാമ്പൽ കാടൊക്കെ ചുറ്റി സഞ്ചരിച്ച് പഴങ്ങളും മറ്റു ഭക്ഷണ വസ്തുക്കളും ഇതിന് കൊണ്ടുവന്ന് കൊടുക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. 20-22 ആഴ്ച വരെ നീളും ഇതിൻ്റെ ആ പ്രജനന കാലം വേഴാമ്പലിൻ്റെ. ഇത്രയും കാലം ഈ തള്ളയെയും അതിനകത്തുള്ള കുഞ്ഞിനെയും നോക്കേണ്ടെന്ന ചുമതല ആൺപക്ഷിക്കാണെന്നാണ്. ഭക്ഷണം കൊണ്ടു കൊടുക്കണമെന്ന് മാത്രമല്ല, കൂട്ടിന് പുറത്ത് കാവലിരിക്കുകയും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? ഒരു മനുഷ്യൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല എന്നുള്ള അവസ്ഥ ഉണ്ടോ? നമുക്ക് പോലും അത്രയും ത്യാഗം സഹിക്കേണ്ടതില്ല.
പക്ഷെ വേഴാമ്പൽ എന്ന പെൺപക്ഷി അകത്ത് അടയിരിക്കുന്ന സമയം പുറമെ നിന്നുള്ള ആൺ വേഴാമ്പൽ നാട് മുഴുവൻ സഞ്ചരിച്ചതിന് കൃത്യമായ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ ഹോളിലൂടെ അത് സ്വീകരിക്കുന്നു. അങ്ങനെ അത്രയും കാലയളവിൽ ഈ ആൺവേഴാമ്പൽ ഇതിന് പുറത്ത് ഈ കൂടിന് ഈ അകത്തുള്ള ഭാര്യയ്ക്കും മക്കൾക്കും കൂട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മുട്ട വിരിഞ്ഞ് ചിറക് മുളച്ചു എന്ന് അവസ്ഥ വരുമ്പോൾ അകത്തുള്ള പെൺപക്ഷി എന്ത് ചെയ്യും? ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. എന്തിനാണെന്നറിയോ? അത് ആൺപക്ഷിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ ഈ ശബ്ദം കേട്ട ആൺപക്ഷിക്ക് മനസ്സിലാകും അകത്ത് കുഞ്ഞുങ്ങൾക്ക് ചിറക് വന്നിട്ടുണ്ട് എന്ന്. ഈ സമയം ആൺപക്ഷി വരികയും ഈ കൂട് കുത്തിപ്പൊളിച്ച്, അത്രയും കാലത്ത് പൊട്ടിക്കൂല, മനസ്സിലാക്കണം. ഈ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഈ കൂട് കൊക്കുകൊണ്ട് കൊത്തിപ്പൊട്ടിച്ച് പിന്നെ ഈ ഭാര്യയെയും മക്കളെയൊക്കെ അത് പുറത്തു കൊണ്ടുവരിക. ഇനി അഥവാ ഈ വാഴാമ്പലെങ്ങാനും ഇരതേടി പോകുന്ന സമയത്ത് ഭാര്യയും പിന്നെ മക്കളും ഇപ്പം അതിനകത്തുണ്ട്, കൂട്ടിനകത്ത്. ഈ ആൺവേഴാമ്പലെങ്ങാനും മരിക്കുകയോ അപകടത്തിൽപ്പെടുകയൊക്കെ ചെയ്താൽ ആ കൂട്ടിനകത്തുള്ള പക്ഷിയും മക്കളും പട്ടിണി കടന്ന് മരിക്കുന്നാണ് പറയണത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോൾ ഒരു ഫോട്ടോ കണ്ടു ഗൂഗിളിൽ. ഈ ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്ത് എന്തോ ക്രോസ് പറക്കുന്ന സമയത്ത് എന്തോ വാഹനം ഇടിച്ച് ചത്ത ഒരു വേഴാമ്പലിൻ്റെ ഫോട്ടോ. അതിൻ്റെ കൊക്കിൽ ഒരു പഴം ചെറിയ പഴത്തിൻ്റെ ഒരു കായ കടിച്ചുകൊണ്ടാണത്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ യാത്രയിലായിരിക്കാം അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷിയുടെ കുടുംബജീവിതം പഠിക്കുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ. നല്ല ഒരു കുടുംബത്തെക്കുറിച്ച സങ്കല്പം, എങ്ങനെയായിരിക്കണം ഭർത്താവ്, അമ്മ എങ്ങനെയായിരിക്കണം, വല്ലാത്തൊരു കുടുംബസങ്കല്പം വേഴാമ്പൽ മനുഷ്യന് പകർന്നു കൊടുക്കുന്നുണ്ട്. കണ്ടോ, കുടുംബത്തിന് വേണ്ടി കാടായ കാട് മുഴുവൻ അതിന് ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരിക, അത്രയും കാലം ആൺവേഴാമ്പലിന് കൂട്ടിനകത്ത് താമസിക്കാൻ കഴിയാതെ വരിക, ത്യാഗം സഹിക്കേണ്ടി വരിക, വിരിഞ്ഞുണ്ടായ മക്കളെ വിട്ടുപോകാതെ ചിറക് മുളക്കുന്നതും കാത്ത് അവിടെ കാത്തിരിക്കുന്ന ആ അമ്മ പക്ഷി, അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്ഷണം മേടിച്ച് തങ്ങൾക്ക് തരുന്ന ആ അമ്മയെ പ്രതീക്ഷയോടെ അച്ഛനെയും കാത്തിരിക്കുന്ന പിന്നെ കുഞ്ഞുങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വേഴാമ്പലിൻ്റെതിന് നേരെ വിപരീതമാണ് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിഷേധിക്കാൻ കഴിയുമോ നമുക്ക്? നേരെ വിപരീതമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ കേസുകൾ വരുന്ന നാടുകളിലൊന്ന് കേരളമാണെന്നാണ് പറയുന്നത്. കുടുംബ കേസുകളുടെ ആധിക്യം മൂലം പ്രത്യേകമായ കുടുംബ കോടതി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണെന്നാണ്. അത്രത്തോളം കുടുംബ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, കേസായി മാറുന്നുണ്ട് എന്നാണ്. പലപ്പോഴും നമ്മളീ പറഞ്ഞ ഈ വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷിയുടെ കുടുംബജീവിതത്തിലെ സൂക്ഷ്മതയും സ്നേഹബന്ധം പോലും മനുഷ്യരായ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ അതൊരു വശം. ഇനി ഖുർആൻ പറയുന്ന മറ്റൊരു ജീവിയുണ്ട്, അത് എട്ടുകാലിയാണ്. എട്ടുകാലി കമസലിൽ അങ്കബൂത്ത് ഇത്തഹദത്ത് ബൈത്ത വൈൻ ഔഹനൽ ബയൂത്തില ബൈത്തുൽ അങ്കബൂത്ത്. എട്ടുകാലിയെക്കുറിച്ച് ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. എട്ടുകാലിയുടെ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ദുർബലമായ ഒരു എട്ടുകാലിൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. ഈ എട്ടുകാലിൻ്റെ പ്രശ്നം എന്താ അറിയോ? നേരത്തെ പറഞ്ഞ വേഴാമ്പലിൻ്റെതിന് നേരെ ഓപ്പോസിറ്റാണ് എട്ടുകാലിയുടെ ജീവിതം, അതിൻ്റെ കുടുംബ സിസ്റ്റം എന്നാണ് പറയുന്നത്. ആൺചിലന്തിയും പെൺചിലന്തിയും ഇണ ചേർന്നിട്ട് പെൺചിലന്തി മുട്ടയിടാൻ തുടങ്ങിയ ഒന്നാമത്തെ ദിവസം ഈ പെൺചിലന്തി എന്താ ചെയ്യാന്നറിയോ? അത് തൻ്റെ ആണിനെ അഥവാ തൻ്റെ ഇണയെ ചേർത്ത് പിടിച്ച് അതിന് നീര് മുഴുവൻ വലിച്ചെടുത്തിട്ട് സ്വന്തം ഇണയെ കൊന്നുകളയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത പങ്കാളിയെ കൊന്നുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ പ്രജനനം നടക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത്. ഒരു ചിലന്തി മുട്ടയിൽ 100-നും 110-നും ഇടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതാണ്. പക്ഷെ ആ ചിലന്തി മുട്ട വിരിഞ്ഞ് വരുമ്പോൾ അത്രയൊന്നും പുറത്തു വരാറില്ലല്ലോ, വളരെ ചുരുങ്ങിയ പിന്നെ കുഞ്ഞുങ്ങളെ വരാറുള്ളൂ. എന്താ കാരണം എന്ന് പറയണമെന്നറിയോ? ഈ ചിലന്തി മുട്ടക്കകത്തുള്ള കുഞ്ഞുങ്ങൾ അത് പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും കൊന്നിട്ട് തിന്നിട്ടാണ് അവിടെ വളരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ചിലന്തി മുട്ട വിരിയുമ്പോൾ 100-ഉം 110-ഒന്നും വരാതെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രം വരുന്നത്. അപ്പോൾ അതിനകത്തുള്ളപ്പോൾ തന്നെ മക്കൾ പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും എന്ത് ചെയ്യാണ്? കൊന്നു തിന്നിട്ടാണ് അവ ജീവിക്കുന്നത് എന്നാണ്. ഇനി ചിലന്തി അതിൻ്റെ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ആദ്യം ചെയ്യുക, തൻ്റെ അമ്മയുടെ വയറിനോട് ചേർന്ന് നിൽക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതിങ്ങനെ തിന്നാൻ തുടങ്ങുന്നതാണ്. അഥവാ സ്വന്തം അമ്മയുടെ വയർ തിന്ന് അമ്മ മരിച്ചു കഴിയുമ്പോഴാണ് ഒരു ചിലന്തിക്കുഞ്ഞ് പുറത്തു വരുന്നത്. അത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ഇണയെ കൊല്ലുന്ന പെൺചിലന്തി, പരസ്പരം കൊന്നു തിന്നുന്ന മക്കൾ,
പുറത്തു വരുമ്പോൾ സ്വന്തം അമ്മയെ തന്നെ ഭക്ഷണമാക്കുന്ന കുഞ്ഞുങ്ങൾ. വല്ലാത്തൊരു കുടുംബ സങ്കല്പമാണത്. കണ്ടോ? ഞാൻ പറയുന്നത് പലപ്പോഴും ഈ ചിലന്തിയത് പോലുള്ള കുടുംബങ്ങളും വീടുകളും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വേഴാമ്പലിൻ്റേതുപോലെ കരുണയും ആർദ്രതയും പരിഗണനയും ഷെയറും കെയറുമൊക്കെയുള്ള ഒരു കുടുംബമായിട്ട് മാറാൻ നമുക്ക് കഴിയണം. കുടുംബത്തെ എത്ര ഗൗരവത്തോടുകൂടി കാണണമെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചൊരു പദമുണ്ട്. അത് തന്നെ ധാരാളമാണ്. റഹിം എന്നാണല്ലോ പറഞ്ഞത്. അള്ളാഹുവിന് വിശേഷണമായ റഹ്മാൻ റഹീമുണ്ട്, കാരുണ്യവാൻ. ആ പദവുമായി ബന്ധമുണ്ട് ആ വാക്കിന്. മാത്രമല്ല ഉമ്മയുടെ ഗർഭപാത്രത്തിനും അതേ പദം തന്നെയാണ് പറയാ, റഹീം. ഉമ്മയുടെ ഗർഭപാത്രത്തിന് പറയുന്ന പേരതാണ്, കുടുംബത്തിന് പറയുന്ന പേരും അതാണ്, കുടുംബ ബന്ധത്തിനൊക്കെ പറയുന്ന പേരതാണ്. എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മയുടെ ഗർഭപാത്രത്തിന് ഉപയോഗിച്ച അതേ പദം കുടുംബത്തിനും കുടുംബബന്ധത്തിനൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിച്ചത്? മഹാന്മാരായ പണ്ഡിതന്മാരത് പഠിപ്പിക്കുന്നത്, ഒരു മാതാവിൻ്റെ ഗർഭപാത്രം എന്ന് പറയുന്നത് എത്രമാത്രം സുരക്ഷിതമായൊരു അറയാണ് ആ കുട്ടിക്ക്, അല്ലേ? എത്ര സുരക്ഷിതമായൊരു അറയാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത് അതിനകത്തുള്ള കുഞ്ഞിന്. അപ്പോൾ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു കുട്ടി എത്ര സുരക്ഷിതനാണോ, അതുപോലെ പരിക്കേൽക്കാതെ, വീഴ്ച വരാതെ, മുറിഞ്ഞു പോകാതെ, ശ്രദ്ധയോടെ, കരുതലോടെ, സ്നേഹത്തിലും കാരുണ്യത്തിലും സൂക്ഷ്മതയിലും ശ്രദ്ധയിലും കെട്ടിപ്പടുക്കേണ്ടതാണ് മനുഷ്യരെ നിങ്ങളുടെ കുടുംബ വ്യവസ്ഥ എന്നാണ് അതിലൂടെ നൽകുന്ന മെസ്സേജ് എന്നാണ് ഈ പറയുന്നത്. ഉണ്ടോ? ഒരു ഗർഭിണിയായ ഉമ്മാക്ക്, ഒരു സ്ത്രീക്ക് തൻ്റെ ഗർഭത്തിനകത്തിരിക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ള ആ സൂക്ഷ്മതയും ശ്രദ്ധയും ബേജാറും, ഇത്തരമൊരു ചിന്തയും ബേജാറൊക്കെ നമുക്ക് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. അത് ഉണ്ടാക്കിയെടുക്കണം. കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബം എന്ന് പറയുന്നതിന് അങ്ങനെ പവിത്രമായി ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഉമ്മയും വാപ്പയും മക്കളും അടങ്ങുന്ന കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അതേ സ്വരത്തിലും ട്യൂണിലുമാണ് കുടുംബബന്ധം ചേർക്കണം, കുടുംബത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഇത്തഖൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ആ ആയത്തിൻ്റെ അവസാനം എങ്ങനെയാ? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. കുടുംബം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപന കുടുംബം. ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് കുടുംബം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഈ ലോകത്ത് നിർവഹിക്കേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭീഷണി നേരിട്ടു എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? ഇന്ന് കുടുംബം നിർവഹിക്കേണ്ട പലതും ഇന്ന് കമ്പോളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വതന്ത്രവാദികളെ, ലിബറലിസത്തിൻ്റെയൊക്കെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണത്. മനുഷ്യൻ്റെ ശാരീരികമായ വികാര പൂർത്തീകരണത്തിന് ഇസ്ലാം നിശ്ചയിച്ചത് വിവാഹമാണ്, കുടുംബമാണ്. അതിലൂടെ കുടുംബജീവിതം നയിക്കല. പക്ഷെ പണം കൊടുത്താൽ നിങ്ങൾക്ക് എന്തും ലഭിക്കുമെന്നൊരു അവസ്ഥയിലേക്ക് പരസ്യങ്ങൾ പോലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കമ്പോളം ഏറ്റെടുത്തു. ഗർഭപാത്രവും ഗർഭവും ബീജവും വരെ വാടകയ്ക്ക് കിട്ടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളുടെ സംരക്ഷണം എന്ന് പറയുന്നത് കുടുംബത്തിന് ഉത്തരവാദിത്തമാണ്. പക്ഷെ അതുപോലും ഇന്ന് ഡേ കെയർ യൂണിറ്റുകളും സെൻ്ററുകളും യഥേഷ്ടം വളർന്നുകൊണ്ടിരിക്കുക. കാരണം കുട്ടികളെ നോക്കാൻ ആർക്കും സമയമില്ല. പ്രസവിച്ചങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ അവർ നോക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് കടന്നു വരും. കമ്പോളം ഏറ്റെടുത്തു. വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, കുടുംബത്തിലൂടെ നിറവേറ്റേണ്ട ധർമ്മമാണ്. അതും കമ്പോളം ഏറ്റെടുത്തു. വൃദ്ധസദനങ്ങൾ യഥേഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രവാദികൾ ചോദിക്കുന്നത് പുതിയ തലമുറയോട്, പണം കൊടുത്താൽ എന്തും കിട്ടുമ്പോൾ പിന്നെന്തിനാ ഇങ്ങനെ കുടുംബം, കല്യാണം, വിവാഹം, പൊല്ലാപ്പ്, വയ്യാവേലി എന്തിനാണ് എന്നാണ് പുതിയ തലമുറയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബത്തിലൂടെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പുതിയ തലമുറ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതൊക്കെയും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് നമ്മുടെ കുടുംബ സിസ്റ്റത്തിലൂടെ കഴിയണം. നമ്മുടെ കുടുംബ സംവിധാനത്തിലൂടെ കുടുംബം നിർവഹിക്കേണ്ടുന്ന എന്തെല്ലാം ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, നഷ്ടപ്പെടുത്താൻ ചില വിഭാഗം ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അതിനെയൊക്കെയും നമ്മുടെ കുടുംബ സിസ്റ്റത്തിലൂടെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് സംരക്ഷണം, സുരക്ഷിതത്വം, ശിക്ഷണ പാഠങ്ങൾ നൽകുന്ന സ്ഥാപനമായിട്ട് കുടുംബം മാറണം. മക്കൾക്ക്
കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുട്ടികൾക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകണം, കുട്ടികൾക്ക് സംരക്ഷണം കിട്ടണം അവിടെ എല്ലാ അർത്ഥത്തിലും. പക്ഷെ ഇന്ന് കുടുംബഘടനയിൽ നിന്ന് പോലും മക്കൾക്ക് സംരക്ഷണം കിട്ടുന്നില്ല എന്നത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ശിക്ഷണ പാഠങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണം. ഇതൊന്നും നൽകേണ്ടതുപോലെ നൽകേണ്ട സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പരാജയപ്പെട്ടു പോയാൽ ആ കുടുംബത്തിലെ ഒരു വിഭാഗമായ മക്കൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വരും, കൈവിട്ടു പോകും. സ്വതന്ത്രവാദികളും സ്വതന്ത്ര ചിന്താഗതികളുമൊക്കെ നമ്മുടെ മക്കളെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നത് മദ്രസ പ്രായത്തിലല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. മദ്രസയെ പഠിക്കുമ്പോഴല്ല. എന്ന് മാത്രമല്ല, ഈ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്ന വർത്താനങ്ങളൊന്നും മദ്രസ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും മനസ്സിലാകില്ല. പിന്നെ അവരാരെ വിലവരിക്കാൻ ശ്രമിക്കുന്നത്? കോളേജിൽ പഠിക്കുന്ന ടീനേജ് പ്രായക്കാരായ മക്കളെയാണ് അവർ പിടിക്കാൻ ശ്രമിക്കുന്നത്. നിരീശ്വരവാദവും അത്തരം ചിന്തകളുമൊക്കെ മതനിരാസവുമൊക്കെ മക്കളുടെ ബ്രെയിനിലേക്ക് കുത്തിവിടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസ പ്രായത്തിലല്ല, ടീനേജ് കഴിഞ്ഞ് ടീനേജിൻ്റെയും കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് എറണാകുളത്ത് അറിയപ്പെട്ട ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു രക്ഷിതാവ്, ദീനിയായ വാപ്പ വന്നിട്ട് പരാതി പറഞ്ഞത് ഒരാളോട്, അവിടെ +2 പഠിക്കുന്ന മകൻ അവൻ നിരീശ്വരവാദത്തിലേക്ക് എത്തി എന്ന് കരഞ്ഞുകൊണ്ട് വന്ന് പറയുക. മദ്രസയെ പഠിപ്പിക്കാനിട്ടല്ല, മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട്. +2 പഠിക്കുക അറിയപ്പെട്ട ഇൻ്റർനാഷണൽ സ്കൂളിൽ എറണാകുളം. അവൻ നിരീശ്വരവാദിയായി മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യമൊക്കെ ഒരു തമാശയായിട്ട് വിചാരിച്ചു, ഉമ്മയും അങ്ങനെ വിചാരിച്ചു, പടച്ചോ അല്ല ദൈവമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, ആ ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ജീവിച്ച മഹാന്മാരുടെ ജീവിതത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മക്കൾക്ക് ദീനീബോധം കുടുംബം എന്ന ഘടനയിലൂടെ കൊടുക്കാൻ നമുക്ക് കഴിയണം. കുട്ടികളുടെ ദീനീ സംസ്കരണത്തിൻ്റെ പ്രധാന ബാധ്യത വാപ്പമാർക്കാണ്. സാധാരണ ഉമ്മമാരെ നമ്മൾ പറയുക, പക്ഷെ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആനിൽ മക്കളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വളരെ ഹിക്മത്തോടുകൂടി നടത്തിയതും കൈകാര്യം ചെയ്തൊക്കെ വാപ്പമാരാണ്. ലുക്മാൻ അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ പല പ്രവാചകന്മാരുടെയൊക്കെ മറ്റൊക്കെ ചരിത്രം പഠിക്കും മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഉമ്മമാർക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട് ഒരു കുടുംബത്തിനകത്ത് മക്കളുടെ സംരക്ഷണത്തിലും പിന്നെ അവർക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വത്തിലും അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണ പാഠങ്ങളിലുമൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ വിശദീകരിക്കണമെന്നില്ല, സൂചന നൽകുകയാണ്. ഏതൊരു സംവിധാനത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ മടിയന്മാരും അലസന്മാരും നിഷ്ക്രിയരുമായാൽ അത് ആ സംവിധാനത്തിൻ്റെ അതിലെ ആളുകളുടെ തകർച്ചയും പരാജയമായിരിക്കും. കുടുംബത്തിൻ്റെ തലപ്പത്തിരിക്കുന്നൊരു വാപ്പയും ഉമ്മയും അവർ നിർവഹിക്കേണ്ട റോൾ വേണ്ടതുപോലെ നിർവഹിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ തകർച്ചയും പരാജയമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബം എന്ന സംവിധാനത്തിന് നേതൃത്വം കൊടുക്കേണ്ടുന്നവരാണ് ഉമ്മയും ഉപ്പയും. തങ്ങൾ സ്വർഗത്തിലെത്തുന്നതോടൊപ്പം കുടുംബത്തിലുള്ള അംഗങ്ങളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നായിരിക്കണം നമ്മുടെ ധർമ്മം. നമ്മൾ മാത്രം പോകലല്ല. കു അൻഫുസക്കും വാഹിലീക്കും നാറ. നമ്മൾ ഉമ്മയും ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലക്ക് അവിടുത്തെ വാപ്പയും ഉമ്മയും സ്വർഗത്തിലേക്കെത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണല്ലോ മക്കൾ എന്ന് പറയുന്നത്. ആ വിഭാഗത്തെ കൂടി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നതായിരിക്കണം കുടുംബത്തിൻ്റെ നേതാക്കന്മാർ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറക്കാൻ പാടില്ല. ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും കുടുംബവും കുടുംബനാഥന്മാരും തണലായിട്ട് മാറണം. ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും നമ്മൾ നമ്മുടെ മക്കൾക്ക് താങ്ങായി തണലായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകണം. അതിനുള്ള അടിസ്ഥാനപരമായ ഒരുക്കം നടക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്രസയിലല്ല, കുടുംബത്തിലാണ്. മദ്രസയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഡോസ് കൊടുത്തു വിടാനേ പറ്റുള്ളൂ, സൂചനകൾ മാത്രം. ബാക്കി നമ്മളതിനെ പരിവർത്തിപ്പിച്ചെടുത്ത് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കേണ്ടത് കുടുംബഘടനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിന് ഇസ്ലാം വളരെ പവിത്രമായി കാണാനുള്ള കാരണം അതൊരു സമൂഹത്തിൻ്റെ അടിത്തറയായതുകൊണ്ടും പ്രഥമ യൂണിറ്റ് ആയതും കൊണ്ടാണ്. അപ്പം മദ്രസ നല്ലത് കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് അതിനുള്ള ഒരു അന്തരീക്ഷവും പ്ലാറ്റ്ഫോമും ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം, ശ്രമിക്കണം. ഇബ്നുൽ ഖയ്യൂമിനെ പോലുള്ള മഹാന്മാർ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് പോയിട്ട് അള്ളാഹ് വിചാരണ ചെയ്യുമ്പോൾ മക്കളോടുള്ള കടമ അങ്ങോട്ട് നിർവഹിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അത്ര പിന്നെ മക്കൾ ഇങ്ങോട്ട് ചെയ്തോ മാതാപിതാക്കളോട് ചോദിക്കുള്ളൂ. ശ്രദ്ധിക്കണം. ആദ്യം അള്ളാഹ് ചോദിക്കുക എന്താ അറിയോ? മാതാപിതാക്കളോട് നിങ്ങൾ നിങ്ങളുടെ മക്കളോടുള്ള കടമകളൊക്കെ നിർവഹിച്ചോ?
എന്ന ചോദ്യത്തിന് ശേഷമാണ് രണ്ടാമത്തെ ചോദ്യം എന്ത്? മക്കൾ ഇങ്ങോട്ട് വല്ലതും ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുടുംബത്തിന് തണലേകാൻ ബാധ്യതയുള്ള രക്ഷിതാക്കൾ ന്യൂജൻ പാരൻറ്റിങ് പഠിക്കുന്നതിന് മുമ്പ് സൂറത്ത് ലുക്മാൻ ഒന്ന് പഠിക്കണം. സൂറ ലുക്മാൻ അവിടെ പറയുന്നുണ്ട്, മകൻക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട് ആ വാപ്പ. സൂറ ലുക്മാന്റെ വെളിച്ചത്തിൽ ന്യൂജൻ പാരൻറ്റിങ് നടപ്പാക്കിയാൽ ഒരാൾക്ക് മുസ്ലിമായ രക്ഷിതാവായിട്ട് മാറാൻ കഴിയും. അല്ല, ഇനി ഒരാൾ പറയണ സൂറത്ത് ലുക്മാനിലെ വാപ്പ മകൻക്ക് കൊടുത്ത ഓരോ ഉപദേശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഓൾഡ് ജനറേഷനാണ്, അതൊന്നും ഇപ്പം ഈ 2024 ഫിറ്റാകൂല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അന്ന് വായിച്ചു നോക്കട്ടോ. ഒഴിവ് കിട്ടുന്ന ആളുകളെ, അങ്ങനെ വായിക്കാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ സൂറത്ത് ലുക്മാനിൽ ലുക്മാൻ അലൈഹി സ്വലാം തൻ്റെ മകനെ വിളിച്ചിട്ട് ചേർത്ത് നിർത്തി കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്. പാരൻറ്റിങ് ആണ്, അത് പഠിക്കണം. അപ്പം അതൊക്കെ പഴയതാണ്, ഔട്ട് ഓഫ് ഫാഷനാണ്. ഇന്നിപ്പോൾ അതൊന്നും ഫിറ്റല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ തന്നെയാണ് സ്വതന്ത്രവാദിയായ മാതാപിതാക്കൾ, ഒരു സംശയമില്ല. അവിടെ പിന്നെ എല്ലാം തകർന്നു പോകും. ഞാൻ പറഞ്ഞു വന്നത്, കുടുംബവും കുടുംബഘടനയുമൊക്കെ ഇസ്ലാം വളരെ പവിത്രമായി കണക്കാക്കുമ്പോഴും അതൊന്നും വേണ്ടെന്നും ആവശ്യമില്ലെന്നും വളരെയേറെ ശക്തിയോടുകൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തെയും കുടുംബഘടനയെയും കുടുംബത്തിലൂടെ നടപ്പിലാക്കേണ്ടുന്ന ധർമ്മങ്ങളെയും തിരിച്ചു പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.